പ്രിയപ്പെട്ടവരെ, ഇന്നലെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചുവെന്ന ഒരു യുവതിയുടെ പരാതി. ആ പരാതിയിൽ ഇപ്പോൾ താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്നാണ് പൊന്നാനിയിലെ അതിജീവിത പറയുന്നത്. പീഡനത്തിന് ശേഷവും നുണക്കഥകൾ പ്രചരിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് യുവതിയുടെ പരാതി. പരാതിയും അട്ടിമറിക്കുകയാണ്. കേസെടുത്തില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. തനിക്ക് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കരുതെന്നും നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. CIയും DYSPയും SP-യും പറയുന്നത് നിങ്ങൾ കളവായിട്ട് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല, വ്യാജ പരാതിയാണെന്നാണ്. അവരോട് എന്താ പറയാനുള്ളത്? വ്യാജ പരാതിയാണെന്നാണ്. പരിശോധനയ്ക്ക് വിട്ടോ, ഞാൻ എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. അവരിൻ്റെ ചെയ്തിട്ടുണ്ട്. ഞാൻ കളവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ FIR ഇട്ടിട്ടില്ല, ഇതാക്കിയിട്ടില്ല. ഇന്ന് മാത്രമല്ല പരാതി കൊടുത്താൽ, അന്ന് ചെയ്ത പാടന്നെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇപ്പം എന്താ അവർ ഇങ്ങനെ പറയാൻ കാരണം എന്താ? എനിക്കറിയില്ല. അവർ മൂന്നാളും കൂടി ഒത്തിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൊണ്ട് ആരും പറയിച്ചിട്ടുമില്ല, ആക്കിയിട്ട് എൻ്റെ ഇഷ്ടത്തിലാണ് നിങ്ങൾ ഞാൻ വിളിച്ച് വരുത്തിയത്. അല്ല, ഇതിലാരും പങ്കില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ? എനിക്ക് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരാളെ അങ്ങനെ ഉപദ്രവിക്കാൻ നമ്മൾ നീതി തരുന്ന അവരെ എത്തിക്കാണ്. അവരാണ് നമ്മളിങ്ങനെ ഒക്കെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഉറച്ച തീരുമാനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. ഇതിലേക്ക് നീതി കിട്ടുന്നവർക്ക് ഞാൻ ഉറച്ച തീരുമാനം തന്നെ. എനിക്കിത് നീതി കിട്ടും. ഏതായാലും ലോകം മുഴുവൻ മാറി. എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ ഒഴിവാക്കാനുള്ള ഇതിലെത്തിപ്പോൾ ഇതറിഞ്ഞിട്ട് അവരെ ജീവിതം എൻ്റെ പോയി. അവരെ കാരണം അവരെ ലൈഫല്ല, എൻ്റെ ലൈഫും പോയിക്കണം. നിങ്ങളെ മോനും അതുപോലെ സുഹൃത്തിൻ്റെ കുഞ്ഞും എല്ലാം കണ്ടതാണല്ലോ. അവരെല്ലാം എല്ലാവരും ഓള് എവിടെ വേണമെങ്കിലും പറയാൻ തയ്യാറാണ്. എൻ്റെ മോനും പറയാൻ തയ്യാറാണ്. പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് അയാൾ പിടിച്ച് നിർത്തിയല്ലോ. അപ്പോൾ അയാൾ നിന്നില്ലല്ലോ, അയാൾ കൊതിരി വേഗം പോയല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാളില്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂലല്ലോ. ഈ ഓട്ടോറിക്ഷക്കാരനോ നിങ്ങൾ ഹണി ട്രാപ്പിൻ്റെ ആളാണെന്നാണ് CI പറഞ്ഞത്. എനിക്ക് ഹണി ട്രാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പരാതി എല്ലാവർക്കും എതിരെ കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ആൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. അതൊക്കെ ജീവിതത്തിൽ കൊടുത്ത പരാതി. ജീവിതത്തിൽ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെത്. അതെന്തായിരുന്നു സംഭവം? അതിതാ, ഞാൻ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണം എടുത്ത് വരുന്ന സമയത്ത് അവൻ പറഞ്ഞ അത്ത ഈ ബസ്സിൽ കയറി, ബസ്സിൻ്റെ പൈസ തന്നാൽ മതി, ഓട്ടോറിക്ഷ കയറി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിന് പോയിക്കോണെന്ന് പറഞ്ഞപ്പോൾ ഈ ചക്ക നിർബന്ധിച്ച് കയറ്റിച്ച്. അപ്പോൾ ഓന് ഇടവഴിക്കേക്കൂടെ മുക്കിക്കൂടെ മുഴുവൻ. അപ്പം ഞാൻ നേരിട്ട് റൂട്ട് ഉണ്ടല്ലോ മോനെ, ഇതേലെ പോയെന്ന് എന്തിനാന്ന് വെച്ചാൽ അല്ല അത് അവിടെയൊക്കെ ബ്ലോക്കിൽ പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കുട്ടി. അപ്പോൾ പിന്നെ ഒരു ഭാഗത്തെത്തിയ പോലും അവിടെ നിർത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, മോതിരത്തിൻ്റെ അളക്കാം. ഇവിടേക്കത് പിടിച്ച് പിടിമ്പല് ഇവിടെ ഇങ്ങനെ പിടിക്കൽ. ഞാനും ഓനും തള്ളൽ നല്ല മഴയും നായക്കളങ്ങൾ ഇങ്ങനെ പട്ടികൾ ഇങ്ങനെ കുരക്കട ഭാഗത്താണ് നിൽക്കുന്നത്. എനിക്ക് അങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഒന്നുമില്ലാത്തത്. പിന്നെ ഞാൻ ഉണ്ടാകുന്നപ്പം ഓന് എന്ത് ചെയ്ത് നേരെ വണ്ടി വിട്ടിട്ട് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പം ഞാൻ പൈസ കൊടുത്തപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഇപ്പം പോകണില്ല, എൻ്റെ നമ്പറിനെയാണ് കാത്ത് നിൽക്കണം. എൻ്റെ നമ്പറിട്ട് നമ്പർ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കട്ടാന്ന് പറഞ്ഞു. ഇത് എല്ലാവരും ഉപദ്രവിക്കണം. അങ്ങനെ മാപ്പിള ഇവനെ വിളിച്ചിട്ട് കുറേ തേരിയൊക്കെ പറഞ്ഞു ചെക്കനെ. അപ്പോൾ ഈ ചെക്കൻ പറഞ്ഞ് ചെക്കനും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പം ഞാൻ അപ്പം SIക്ക് വിളിച്ച്. അപ്പോൾ SI എന്നാൽ ഒരു പരാതി തരാൻ പറഞ്ഞു. ഞാൻ പരാതി എഴുതി കൊടുത്തപ്പോൾ ബെന്നി പറഞ്ഞു എൻ്റെ ഒക്കെ തരാൻ. അങ്ങനെ ബെന്നിൻ്റെ ഒക്കെ കൊടുത്ത് ബെന്നി അത് FIR ബെന്നോട് പറഞ്ഞ അതെ എന്തോ SIനോട് പറഞ്ഞ് അത് വലിയ കാര്യമാക്കണം, വലിയ ഇതിലൊന്നും ഇടണ്ട, FIR പതുക്കാൻ വിട്ട് ഒഴിവാക്കി പറഞ്ഞാക്കാൻ. ആരൊരു തോമസ് സാറിനോടും പറഞ്ഞ് PR-നോടും പറഞ്ഞ് SIനോടും പറഞ്ഞ് അതൊന്നും അത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാനത് ബഹളം വെച്ച് പിറ്റീസം പോയിട്ട്. ഞാൻ എന്താ സാറെന്നാ അങ്ങനെ പറഞ്ഞത്? ഒരു പെണ്ണൊരു പരാതിയിട്ട് വന്ന് ഇങ്ങനെയാണോ പറഞ്ഞത്? വലിയ കാര്യമാക്കണം, ആര് പറഞ്ഞാലും അവൻ ആരെങ്കിലും ആവട്ടെ എന്നറിഞ്ഞ് അതൊന്നും ഇല്ല. എന്നവിടെ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ എന്നിട്ട് അങ്ങനെ FIR ഇടുക. എങ്ങനത്തെ FIR? അവനക്ക് ജാമ്യം കിട്ടണം. FIR ഒന്നുമില്ലാത്ത കോടതി പോയ പാടന്നെ കിട്ടി. അങ്ങനെ ഒറ്റൊരു പരാതി മാത്രമേ ഇത് കൂടാതെ കൊടുത്തത് അതന്നെ. പിന്നെ എൻ്റെ വീടിൻ്റെത് അല്ലാതെ വേറൊരു പരാതി ഇല്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ സ്ഥിരം പരാതിക്കാരിയാണെന്ന് പറയുന്നത്. വെറുതെ പറയുന്നു അതൊക്കെ.
നിലവിൽ കേസ് എടുത്തിട്ടില്ല, നിങ്ങളെ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല, ഇനി അല്ല നിലവിൽ എടുത്തിട്ടില്ല. അപ്പം എങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? എന്താ എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. കേസ് എടുത്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല, മെയിൽ അയച്ചതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിയമപരമായിട്ട് മുമ്പോട്ട് പോകും, നീതി കിട്ടണം തന്നെയാണ്. നീതി കിട്ടണമല്ലോ. അവർ വല്ല പറയണേ എൻ്റെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അതാണ് ഇതാണ് ഒരു 3 കൂടി ഒത്തിട്ടുള്ള പറഞ്ഞിട്ട് നമ്മൾ പാവപ്പെട്ട നമുക്കാരും ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വക്കീലിനെ വെച്ചിട്ട് ഇനിയിപ്പോൾ അവർ ഇതിനെക്കാളും വലിയ വക്കീൽ ഹൈക്കോടതി വക്കീലിനെ പോലെ വെക്കല്ലോ വരും അത് ഇതാക്കാനേ. എന്തായാലും വന്നോട്ട് വെച്ചിട്ട് കാണാൻ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. ഏതായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറി എല്ലാവരും അറിഞ്ഞ്. ഇനിയിപ്പോൾ ഭർത്താവ് പോലും ഇനിയിപ്പോൾ ഇന്ന് വിളിച്ചിട്ടില്ല, പറഞ്ഞ് നീതി കിട്ടുന്നവരെ എന്തായാലും ഈ പരാതിയിൽ ഉറച്ച് നിൽക്കും. ഏതായാലും ഞാൻ നാറിയില്ല, ഒരു പെണ്ണ് ഇത്രയും നാറി. അതിലെടുക്ക് അവർ പറയുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്ന് ചെയ്യും, അങ്ങനെ ആക്കും, ഭർത്താവ് ഇങ്ങനെ ആക്കും, എൻ്റെ മക്കളെ കൊല്ലും, എൻ്റെ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നുണ്ട്. പക്ഷേ എനിക്കും എൻ്റെ കുട്ടികളൊക്കെ സംഭവിച്ച അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഇവർ 3 ആളും തന്നെയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെൻ്റെ കുട്ടികൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ 3 ആളാണ് അതിൻ്റെ കാരണക്കാർ. എന്തായാലും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞാൻ. ഇനിയിപ്പോൾ ഏതായാലും അവർ CIനെ ഇപ്പോൾ വാർത്ത കണ്ട് മൂപ്പര് മീശ പഠിച്ച് നടക്കും, ഇത് കേസ് തെളിയിക്കും നിരക്കും. ആയിക്കോട്ടെ, എൻ്റെ മാത്രമല്ല അയാൾ അങ്ങനെ കള്ളത്തരം നായ പറയണമെങ്കിൽ കുറേ വർഷം അതിനിട്ട് ലോഗ്യുണ്ട്, ആ സ്ത്രീ താത്താനിട്ട് അവിടെ വരവും പോക്കൊക്കെ ഉണ്ട്. പിന്നെ ബെൻസിന് ആ പെണ്ണിനെ ഇട്ടുണ്ട്. അയാൾ നല്ല പുള്ളിയൊന്നല്ല സമയമാണ്. അയാളെ പറ്റി എനിക്ക് 100 കഥകൾ എനിക്കറിയാം. അയാൾ പറഞ്ഞിരിക്കുകയാണ് എന്നോട്. ഞാൻ ചോദിച്ചാൽ പറഞ്ഞ എപ്പോഴെങ്കിലും എടുക്ക് പോകുള്ള എൻ്റെ മോളെ കാര്യത്തിന് വേണ്ടി പോവുകയെന്ന് പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ ജോലിക്കാരിയാണെന്നൊക്കെ രീതിയിൽ ഇവർ പറയുന്നുണ്ട്. എനിക്ക് ജോലിക്കാരായിട്ട് ഇന്ന് വരാൻ്റെ ആവശ്യം റബ്ബ് എത്തിച്ചിട്ടില്ല. നീതി കിട്ടണം അല്ലേ? ഞാനെന്തിനാ അവൻ്റെ വീട്ടിൽ പണിക്കോടത്? വേറെ എവിടെയും പണിക്ക് പോകാൻ ഇല്ലാണ്ടാണ് SIൻ്റെ വീട്ടിൽ മാത്രം പോവാൻ. അത് ശരി. അപ്പോൾ ആരോപണങ്ങൾ വരികയാണ്, അവരെന്തൊക്കെയോ പറയാം. അതന്നെ അവർ പലതും പറഞ്ഞു. ഇവനും പറഞ്ഞിട്ട് അവനറിയും കൂടി നിരപരാധിയാണ് SI. ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തിനും വലിച്ചിട്ടുണ്ടെങ്കിൽ ആരും എന്താണ് ഏതാന്നുള്ളതൊക്കെ. അത് ശരി. വെറുതെ അവർ പറഞ്ഞു ഞാൻ ആരോ പറയിപ്പ അവർ ആ സത്യം തെളിയിച്ചോട്ടെ. തെളിയിക്കാൻ തയ്യാറാണ്, ഞാനും തയ്യാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ടതിനു ശേഷം ഒരുപാട് പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള പോലീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഏതെങ്കിലും തരത്തിൽ പുഴുക്കുത്തുകളാണെന്നൊരു അഭിപ്രായം റിപ്പോർട്ടർ ചാനലിനോ ഞങ്ങൾക്കൊരാൾക്കുമില്ല. മാത്രമല്ല, കേരള പോലീസിലെ ഭൂരിപക്ഷം പോലീസുകാരും ഉദ്യോഗസ്ഥരും ഓഫീസർമാരും ആത്മാഭിമാനം പുലർത്തുന്നവരും ഇന്ത്യയിലെ തന്നെ മറ്റു പോലീസ് സേനയ്ക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ളവരുമാണ്. എന്നാൽ അതിലൊരു വിഭാഗം നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതാണ് PV അൻവർ പൊളിച്ചു തുടങ്ങിയ ആ കഥയുടെ ഒരു ഭാഗം. മഞ്ഞുമലയുടെ അറ്റം മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ ഉന്നതങ്ങളിലിരിക്കുന്ന പോലീസ് ഓഫീസിൽ ഇപ്പോഴും സർവീസിൽ തുടരുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോകുന്തോറും അത്രമാത്രം സ്വാധീനമുണ്ടാകുമെന്നത് പ്രേക്ഷകർക്ക് ബോധ്യമായല്ലോ. ഈ പറഞ്ഞതിൽ കഴമ്പില്ലെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഇതിൽ പറഞ്ഞതിൽ പല തെളിവുകളും ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു, ദൃക്സാക്ഷികളുടേതടക്കം. ആ വാക്കുകളെ എങ്ങനെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ആരോപണ വിധേയം നിഷേധിക്കുക എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒരു യുവതി ഒരു ലൈംഗിക പീഡനം നടന്നുവെന്ന് പറഞ്ഞാൽ, ബലാത്സംഗം നടന്നുവെന്ന് പറഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്യണം ഈ രാജ്യത്ത് 24 മണിക്കൂറിന് മുൻപ്. നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യുമെന്നു തന്നെയാണ്. കാരണം അവർ വ്യക്തമായ തെളിവുകളോടുകൂടി ദൃക്സാക്ഷികൾ സഹിതമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്മേലുള്ള മറ്റു കാര്യങ്ങളും നിരപരാധിത്വവും ഒക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇനി നിരപരാധികളാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതേപോലെ ഇതേ TV ചാനലിൽ അവരെ കൊണ്ടുവന്ന് പ്രേക്ഷകരോട് നമ്മൾ പറയുകയും ചെയ്യും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാവണം. പക്ഷെ ഒരു പെൺകുട്ടി ഒരു പരാതി നൽകിയാൽ ആ പരാതി സ്വീകരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, നമ്മൾ പുറത്തുവിട്ട വാർത്തയോട് ഒരുപാട് പ്രതികരണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ഉദ്യോഗസ്ഥരുടെ പേരുകൾ പറയുന്നുണ്ടെങ്കിലും 2 പേരിലാണ് ഇതിൽ ബലാത്സംഗ കുറ്റം നിൽക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്.
എന്താണ് യുവതി ആവർത്തിച്ചു പറയുന്നത്? അവരൊരു നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ്. മക്കളും ദൃക്സാക്ഷികളും ഒക്കെയായി ആ പരാതിയിൽ തെളിവ് നൽകാനും അവർ തയ്യാറാണെന്ന് പറയുന്നു. ഇതുവരെയും FIR ഇട്ടിട്ടില്ല എന്നതാണ് കൗതുകകരമായ കാര്യം. TV പ്രസാദ്, ഇതേതെങ്കിലും തരത്തിൽ നമ്മൾ പോലീസ് സേനയെ ഒന്നടങ്കം ആക്ഷേപിക്കാനുള്ളതല്ല. പക്ഷേ ഇത്രയും ശക്തമായൊരു പോലീസ് സേനയിൽ PV അൻവർ ആരോപിക്കുന്നത് പോലെ ഒരു സംഘം പുഴുക്കുത്തുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പൊതുസമൂഹ മധ്യത്തിൽ കൊണ്ടുവരണം. ആരോപിത വിധേയരായവരിൽ പലർക്കും അത്തരം ചരിത്രമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് SP സുജിത് ദാസ് ഇപ്പോൾ സസ്പെൻഷനിലുമാണ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ യുവതി ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണോ ഇന്നും പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഉയർത്തിയ ഈ വാർത്തയോടുള്ള ഈ ആരോപണ വിധേയരുടെ പ്രതികരണത്തോട് യുവതി പ്രതികരിച്ചിരിക്കുന്നത്? TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഭർത്താവ് വിദേശത്തുള്ള വീട്ടിൽ മറ്റാരുമില്ലാത്ത ഒരു സ്ത്രീ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു സ്ത്രീ, അവരൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം സ്ത്രീകളെ തങ്ങൾക്ക് ചൂഷണം ചെയ്യാം എന്ന് പറയുന്ന ഒരു ബോധത്തിൽ നിന്നാണ് ഈ കേസിൻ്റെ തന്നെ തുടക്കം. അതല്ലെങ്കിൽ അവരുടെ വീടുമായി ബന്ധപ്പെട്ട തർക്കം അവരുടെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ കിടക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ എന്താണ് ഉണ്ടായത് അരുൺ? ഇന്നലെ ഉണ്ടായത് ഈ ആരോപണ വിധേയനായ CI വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ വിളിച്ചു പറയുകയാണ്. വളരെ മോശപ്പെട്ട സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് പണം തട്ടുന്ന യുവതിയാണ് എന്ന രീതിയിൽ വരെ CI പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മൾ CIയോട് ചോദിക്കുന്നുണ്ട്, ഹണി ട്രാപ്പിന് അവിടെ കേസുണ്ടോ? അങ്ങനെ ഒരു കേസില്ല. ഇവർക്കെതിരെ എന്തെങ്കിലും കേസാ പോലീസ് സ്റ്റേഷനിലുണ്ടോ? അങ്ങനെ ഒരു കേസാ പോലീസ് സ്റ്റേഷനിലില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ സ്ഥിരം പരാതിക്കാരിയാകുന്നത് എന്നുള്ളതാണ്. ആകെ ഉണ്ടായിരുന്ന കേസ് ഈ ഓട്ടോറിക്ഷക്കാരനുമായി ബന്ധപ്പെട്ട കേസാണ്. അത് യുവതി വിശദീകരിക്കുകയും ചെയ്തു. അതല്ലാതെ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് അവിടെ വേറെ ഒരു പരാതികളും നിലവിലില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഭൂതകാലം മോശമാണെന്ന് പറഞ്ഞ ഒരു ആംഗിളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ഇവർ പറയുന്നത് മുഴുവൻ കളവാണെന്ന് പറയാൻ തയ്യാറാകുന്നത്? ഈ യുവതി ഇതാ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, നുണ പരിശോധനയ്ക്ക് താൻ തയ്യാറാണെന്ന്. ഇതേ നിലപാട് ഈ ആരോപണ വിധേയർക്കുണ്ടോ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. മാത്രമല്ല അരുൺ, സാധാരണ ഇത്തരം ആരോപണങ്ങളിൽ സാക്ഷികളായിട്ട് ആരും ഉണ്ടാകാറില്ല. നമ്മൾ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പുറത്തേക്ക് വന്ന ആരോപണങ്ങളിലൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ വിഷയത്തിൽ ഇവരുടെ അടുത്ത സുഹൃത്തായ യുവതിയും 2 കുഞ്ഞുങ്ങളും അവർ നിൽക്കെയാണ് CI വിനോദ് അവിടേക്ക് വരുന്നത്. പക്ഷേ എന്നിട്ടും CI വിനോദ് ഇന്നലെ പറയുന്നു, താൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, നിങ്ങൾ എന്ത് രേഖകൾ വേണമെങ്കിലും പരിശോധിച്ചോളൂ. ആ ഭാഗം ക്ലിയർ ആക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവരും. കാരണം അവർ ഒഫീഷ്യൽ നമ്പറിൽ നിന്നോ മറ്റ് ഫോൺ നമ്പറിൽ നിന്നോ വിളിച്ചിട്ടില്ല. അദ്ദേഹം വിളിച്ചിരിക്കുന്നത് വാട്സപ്പ് നമ്പറിൽ നിന്നാണ്. 2, പോലീസ് സ്റ്റേഷനിലെ കാർ ഉപയോഗിച്ചല്ല ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അവരുടെ സ്വകാര്യ ബൈക്കിലോ അല്ലെങ്കിൽ മറ്റാരുടെയോ ബൈക്കിലാണ്, സിവിൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ രേഖയില്ല, CDR ഇല്ല, ഫോൺ വിശദാംശങ്ങൾ ഒന്നുമില്ല. തെളിവ് അപ്പാടെ നശിപ്പിച്ചിരിക്കുന്നു. യുവതി പറയുന്നു അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വിളിച്ച വിവരങ്ങൾ ഫോണിൽ നിന്ന് മായ്ച്ചിട്ടുണ്ട് എന്നുള്ളതും ആ യുവതി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരുയർത്തിയ ആരോപണങ്ങൾ മുഴുവൻ കളവാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുമ്പോൾ അങ്ങനെയല്ലെന്നും ഏതറ്റം വരെ പോകുമെന്നും പറയുകയാണ് യുവതി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ. TV പ്രസാദ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാർത്തയിൽ ഒരു ജഡ്ജ്മെന്റിന് റിപ്പോർട്ടർ TV തയ്യാറല്ല. പക്ഷെ പുറത്തു വരുന്ന തെളിവുകൾ ഞങ്ങൾ കൃത്യമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എത്ര സമ്മർദ്ദമുണ്ടെങ്കിലും, എത്ര ഉന്നതരാണെങ്കിലും, തെളിവുകൾ ശക്തമാണെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ കേസ് ഇപ്പോഴും പുറം സമൂഹം അറിഞ്ഞ് 24 മണിക്കൂറാകുമ്പോഴും എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല? പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്ന കേസുകളിൽ തെളിവുകൾ മായ്ക്കുന്നത് എത്രയോ തവണ നാം കണ്ടതാണ്. എത്രയോ കസ്റ്റഡി മരണങ്ങളുടെ വാർത്ത പ്രേക്ഷകർ കേട്ടതാണ്. തുടർച്ചയായി 10 ദിവസം റിപ്പോർട്ടർ പിന്തുടർന്നാണ് തമിർ ജുഫ്രിയുടെ കൊലപാതകമാണെന്നും അത് കേവലമായ ഒരു മരണമല്ല എന്നും നമ്മൾ സ്ഥിരീകരിച്ചതും ഇപ്പോൾ അതിൽപ്പെട്ട പ്രതികൾ ജയിലിൽ കഴിയുന്നതും. ഇതേപോലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരോ ഉന്നതരോ ഉൾപ്പെട്ട കേസുകളാണെങ്കിൽ ആ കേസുകൾ ഒതുക്കി തീർക്കാൻ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തും. പല രീതിയിലാണ് സമ്മർദ്ദം. ഭീഷണിപ്പെടുത്തുക, മറ്റു മാധ്യമങ്ങളെ സ്വാധീനിക്കുക, ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ ഉന്നതർ ഉൾപ്പെട്ടിരിക്കുന്ന കേസുകളിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ റിപ്പോർട്ടർ ഇത് വാർത്തയാക്കിയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നവരിൽ പറയുന്ന വിഷയങ്ങൾ അതാത് നിമിഷം പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഞാനിവരുടെ വീട്ടിൽ പോയിട്ടില്ല എന്ന് CI പറഞ്ഞു. പക്ഷേ വീട്ടിൽ പോകുന്നത് കണ്ടുവെന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുവെന്നും ദൃക്സാക്ഷികളുടെ മൊഴി റിപ്പോർട്ടർ പുറത്തുവിടുന്നു.
ഇവർ ഒരു ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. ഹണി ട്രാപ്പ് എന്ന വാക്ക് തന്നെ രാഷ്ട്രീയമായി ശരിയല്ല, പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പ് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്കെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു കേസോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം സംസ്ഥാന നിയമവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു യുവതിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന്റെ കാരണമെന്താണ്? പൊതുസമൂഹത്തിന് ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം, പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവർ ഒരു കേസിൽപ്പെട്ടിരിക്കുന്നയാളാണെന്ന് പറയണമെങ്കിൽ കേസ് അവിടെ ഉണ്ടാവണം. അല്ലാതെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല എന്നതാണ്. ഇവിടെയാണ് CAക്ക് പാളിപ്പോയത്. ഇനി ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് തെളിവിനെ കണ്ടെത്തേണ്ടത് പോലീസാണ്. കുറ്റാരോപിതയുടെ ഉത്തരവാദിത്വമല്ല, അല്ലെങ്കിൽ ആരാണോ കുറ്റം ആരോപിക്കുന്നത് ആ കുറ്റം ആരോപിക്കുന്ന അതിജീവിതയുടെ ബാധ്യതയല്ല ആ തെളിവുകൾ കൊടുക്കുക എന്നുള്ളത്. അത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. അതാണ് നമ്മുടെ രാജ്യത്തെ നിയമം. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രോസിക്യൂഷൻ അത് കണ്ടെത്തണം, അന്വേഷണം നടക്കണം. കൃത്യമായും നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ യുവതി എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിൽ പുഴുക്കുത്തുകളില്ല എന്നല്ല. കാരണം ഈ കേസിൽ മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൃക്സാക്ഷികൾ ഉണ്ടാവുന്നു. ഈ കേസിൽ പോലീസ് ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം നിമിഷനേരങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോകുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. വലിയ സമ്മർദ്ദം ഉന്നതരിൽ നിന്നുണ്ടാവുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ അർത്ഥത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, കേരളത്തിലെ പോലീസ് സേനയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാൻ റിപ്പോർട്ടർ TVയോ ഞങ്ങൾ ആരും തന്നെ തയ്യാറല്ല. കാരണം കേരളത്തിലെ എണ്ണം പറഞ്ഞ് ഏറ്റവും മികച്ച ഒരു പോലീസ് സേനാ സംവിധാനം ഇന്ത്യ രാജ്യത്തുള്ളത് കേരളത്തിനാണ്. പക്ഷേ അതിൻ്റെ തലപ്പത്തേക്ക് നുഴഞ്ഞു കയറി വരുന്നവരിൽ ചിലർ പുഴുക്കുത്തുകളാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു MLAയോട് ആജീവനാന്ത കാലം ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കാമെന്നൊരു IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇൻറ്റഗ്രിറ്റിയുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ഈ രീതിയിൽ MLAയോട് പ്രതികരിക്കുമെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? താൻ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ഒരു MLAയോട് കാലുപിടിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിലുമേറെ കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്നർത്ഥം. പുറത്തു വരിക തന്നെ ചെയ്യും. റിപ്പോർട്ടർ ആ വാർത്തയും തെളിവും തേടിയുള്ള യാത്രയിൽ തന്നെയാണ്.